الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കണം, പരിശ്രമിക്കണം, തൗഫീഖിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാത്രം കൈകളിലും നിയന്ത്രണങ്ങളിലും നിൽക്കുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ജീവിതത്തിൻ്റെ ഇടയിൽ സുസ്ഥിരമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഒരിടം മനുഷ്യനുണ്ടാവുക എന്നത് അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഷെൽട്ടർ എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാറ്റിൻ്റെയും ഒരു താല്പര്യമായി മാറുന്നത്. എല്ലാ ആളുകൾക്കും വീടെന്നൊരു സ്വപ്നമുണ്ട്. അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളോ അതിൻ്റെ ആർക്കിടെക്റ്റുകളോ ഒക്കെ വൈവിധ്യങ്ങളാണെങ്കിൽ പോലും ആ ഒരു മാദ്ദ വീട്, ഹോം എന്ന് പറയുന്നത്, അൽ ബൈത്ത് എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങളിൽ മനുഷ്യൻ കയറി ചെന്നാലും മനുഷ്യന് ആവശ്യമുള്ളതാണ്. യാത്രയിൽ പോലും അവനൊരു സെക്കൻഡ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബൈത്ത് എന്ന് പറയുമ്പോൾ അല്ലാഹു സെക്കൻഡ് നാട്ടിൽ താമസിക്കുന്നവർക്കും അതേപോലെ തന്നെ യാത്രയിൽ എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ളതുമായ താമസ ഇടങ്ങളെ ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് എന്നത് ഒരു അനുഗ്രഹമായി അല്ലാഹു വിശുദ്ധ ഖുർആനിൽ എണ്ണുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനൻ വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ തസ്തഖിഫൂനഹാ യൗമ ലഅനികും വയൗമ ഇഖാമതികും. അല്ലാഹു അവനത്രേ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒരു താമസ ഇടം ഒരുക്കി തന്നവൻ, സമാധാനത്തിന്റെ ഇടം ഒരുക്കി തന്നവൻ. സെക്കൻ എന്ന പദം വന്നത് സക്കീനത്ത് എന്ന അറബി പദത്തിൽ നിന്നാണ്. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ ശാന്തി അടയുക, സമാധാനം ഉണ്ടാവുക എന്നാണ്. നമ്മൾ വീട്ടിലേക്കാട്ട് കയറുന്നത് എന്തിനാ? സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ജോലി സ്ഥലത്തെ പ്രഷർ, അവിടുത്തെ ടെൻഷൻ, അതേപോലെ തന്നെ മറ്റ് സമ്മർദ്ദങ്ങൾ എല്ലാം ഒന്ന് റിലാക്സ് ആവാനാണ് നമ്മൾ പലപ്പോഴും വീടുകളിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥയിൽ പല വീടുകളിലും ആ സമാധാനം കണ്ടെത്തുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. അങ്ങനെയാണ് അവർ ഫോണിലും അതുപോലെ തന്നെ പുറത്ത് ക്ലബ്ബുകളിലും മറ്റുമൊക്കെ ധാരാളം സമയം ചെലവഴിക്കുന്നത്. പലപ്പോഴും ഖത്തീബുമാർക്ക് പ്രസംഗിക്കേണ്ടി വരുന്നുണ്ട് മടങ്ങുക വീട്ടിലേക്ക്. കാരണം വീട്ടിലേക്ക് മടങ്ങുന്ന സമയം വളരെ കുറവാണ്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ വലിയ നിഅമത്തായിട്ടാണ് അല്ലാഹു എടുത്തു പറയുന്നത്. മനുഷ്യൻ അല്ലാഹു നൽകിയ നിഅമത്താണ് അത്. ആ നിഅമത്തിനെ അല്ലാഹു എടുത്തുദ്ധരിക്കുകയാണ്. അല്ലാഹു അത്രേ ജഅല ലക്കും മിൻ ബുയൂതികും സകനൻ വജഅല മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ. കന്നുകാലികളുടെ തൊലികളിൽ നിന്ന് നിങ്ങൾക്ക് തണുപ്പിൽ നിന്നും അതുപോലെ തന്നെ ചൂടിൽ നിന്നുമൊക്കെ രക്ഷ നൽകുന്ന, മറ നൽകുന്ന, എടുത്തു കൊണ്ടുപോകാനും അവ യാത്രയിൽ ഉപയോഗിക്കാനും സ്ഥിരമായി താമസിക്കാനും ഒക്കെയുള്ള വീടെന്ന ഒരു താല്പര്യം പൂർത്തീകരിച്ചു തന്നവൻ അല്ലാഹുവാണ്. സഹോദരന്മാരെ, ആ വീടിന്റെ വില അറിയുന്നത് എപ്പോഴാണെന്നറിയോ?
ആ വീട് ആകാശം മേൽക്കൂരയും ഭൂമി വിരിപ്പുമായി ഒരു സുപ്രഭാതത്തിൽ കിടന്നുറങ്ങാൻ വിധിക്കപ്പെടുന്നവരുടെ ചിത്രം നമ്മുടെ മുമ്പിലൂടെ ഒരുപാട് കടന്നു പോകുന്നുണ്ട്. വയനാട്ടിലെ കഴിഞ്ഞ വർഷങ്ങളിലെ ആ ഉരുൾപൊട്ടലിന് ശേഷമൊക്കെയുള്ള ഒരുപാട് ചിത്രങ്ങൾ, ഗസയുടെ ചിത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് അള്ളാഹു നമ്മൾ ഇത് കാണിച്ചു തരുന്നത്? നമ്മൾ കയറി ചെല്ലുന്ന വീട് അള്ളാഹുവിന്റെ നിഅമത്താണെന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിലേക്കാട്ട് കിടന്നാൽ ഈ നിഅമത്തിനെ ഓർത്തുകൊണ്ടാണ് കിടക്കാറുള്ളത്. എന്താ റസൂല് പറയാ? അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അത്അമന, എന്നെ തീറ്റിച്ച, വസഖാന, എനിക്ക് പാനീയങ്ങൾ നൽകിയ, വകഫാന, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി തന്ന, വആവാന, എനിക്ക് അഭയം പ്രാപിക്കാനുള്ള ഒരിടം നൽകിയ നാഥാ, നിനക്കാണ് സർവസ്തുതിയും. ആ നിഅമത്ത് ഓർക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങാറുണ്ടായിരുന്നില്ല. സഹോദരന്മാരെ, വീടെന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ ഭൂമിയിൽ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താ? 3 കാര്യങ്ങളാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ സആദത്തിൽ മുസ്ലിമി അൽ മസ്കനുൽ വാസിഅ് വൽ ജാറുസ് സാലിഹ് വൽ മർകബുൽ ഹനി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, റവാഹു അഹ്മദ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരു വിശാലമായ ഇടമുള്ള വീടാണ്. സൗകര്യങ്ങളൊക്കെയുള്ള വീട്, കാര്യങ്ങളൊക്കെ സ്വകാര്യതകളും അതുപോലെ തന്നെ സന്തോഷങ്ങളുമൊക്കെ അതുപോലെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു ഇടം, ആ വീട്. അതുപോലെ തന്നെ വൽ ജാറുസ് സാലിഹ്, നല്ല ഒരു അയൽക്കാരൻ, വൽ മർകബുൽ ഹനി, ഒരു നല്ല ഒരു വാഹനം. ഇങ്ങനെ ഈ 3 സാധനമാണ് ഭൂമിയിലെ ഒരു മുഅ്മിനിന്റെ സആദത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്നു. സഹോദരന്മാരെ, വീടില്ലാത്ത മനുഷ്യന്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അതേപോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സാന്ദർഭികമായി അവരുടെ മനസ്സിലേക്ക് ഇടുകയാണ്, പലപ്പോഴും വീടെന്ന ഒരു അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവരൊന്ന് ഹാർട്ട് അറ്റാക്ക് ആയ, ഒരു അപകടം വന്നോ, ഒരു രോഗം വന്നോ മരിക്കുമ്പോ തന്റെ ഭാര്യയും മക്കളുമൊക്കെ എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഇനിയൊരു സമ്പാദ്യം അവരുടെ മുമ്പിലില്ലാതെ അവർ ഉയലുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കാണാറുണ്ട്. വീട് അത്ര മോശമായ അല്ലെങ്കിൽ അങ്ങനെ അവഗണിക്കപ്പെടേണ്ട ഒരു പ്രൊജക്റ്റ് അല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ സമ്പത്തിന്റെ നിഅമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ഭാഗം കൂടിയാണത്. എന്നിട്ട് പക്ഷേ നമുക്കൊക്കെ വീടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള വീട് അത് ഇവിടത്തെ ഫ്ലാറ്റ് ആയാലും നാട്ടിലെ വീടായാലും ഒക്കെ അതൊരു നിഅമത്താണ്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അള്ളാഹു നൽകിയ ഏതൊരു നിഅമത്തും അതിൻ്റെതായ ശുക്റുണ്ട്. ഒരു വീടിന്റെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അൻ യകൂന ആമിറൻ ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളെ കൊണ്ട് സജീവമാക്കുക എന്നതാണ് ഒരു വീട് അള്ളാഹു നൽകിയാൽ ആ വീടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിഅമത്ത്. ഉദാഹരണത്തിന് അള്ളാഹു നൽകുന്ന വീട് അത് ബർക്കത്ത് ലഭിക്കാനുള്ള കാരണമായി തീരേണ്ടതുണ്ട്. ആ വീട് സന്തോഷം കൊണ്ടുവരാനുള്ള നിമിത്തമാവേണ്ടതുണ്ട്. ആ വീട് പിശാചിന് ഒരിക്കലും പാർക്കാൻ പറ്റാത്തതാക്കി മാറ്റേണ്ടതുണ്ട്. എങ്ങനെ സാധിക്കും? അള്ളാഹുവിന്റെ പ്രവാചകൻ ചില മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുക, ദിക്റുള്ള ഉണ്ടാവുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറു ഫീഹി യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തുല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന നമസ്കാരം, സംസാരം, ഇസ്ലാമിക പ്രഭാഷണങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ, ദിക്റുകൾ ചെല്ലൽ, ഖുർആൻ ഓതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന അതിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ തുടർച്ച, അതിൻ്റെ നൈരന്തര്യം, ആ നൈരന്തര്യം നിലനിർത്തുന്നതാണ് ഒന്ന്. അങ്ങനത്തെ വീടും അതില്ലാത്ത വീടും മരിച്ചതും ജീവനുമുള്ളതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതേപോലെ തന്നെ വീടിലേക്ക് ബർക്കത്ത് കൊണ്ടുവരുന്ന മറ്റൊരു കാരണമാണ് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറുക എന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ ഇദാ ദഖല അർറജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി, ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിനെ ഓർത്തു അഥവാ ബിസ്മില്ല എന്ന് പറയുകയും അസ്സലാമു അലൈക്കും എന്ന് പറയുകയും ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ ഖാല ശൈത്വാനു ലാ മുബീത ലക്കും, ശൈത്താൻ അവന്റെ അനുയായികളോട് പറയും, ഈ വീട്ടിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല. അതേപോലെ തന്നെ വല അശ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രാപ്പാർക്കാനും പറ്റൂല, ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണവുമില്ല. വഇദാ ദഖല ഫലം യദ്കുർ ഇൻദല്ലാഹി ഇൻദ ദുഖൂലിഹി, എന്നാൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചെല്ലാതെ കയറുന്ന വീട്ടിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലാതെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പിശാചുക്കൾ അവരുടെ അനുയായികളോട് പറയും, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കിടക്ക, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, വീട്ടിലേക്ക് കയറിയാൽ ആരുമില്ലെങ്കിലും സലാം പറഞ്ഞ് കയറണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ് മുബാറകതൻ തയ്യിബ. സുബ്ഹാനല്ലാഹ്. ആ സലാം ആരതാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് തന്നെ സലാം പറയണം. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അഭിവാദ്യം എന്ന നിലക്ക്. മുബാറകത്തൻ തയ്യിബത്തൻ, അത് ബർക്കത്തുള്ളതാണ്, അത് നല്ലതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വലജ റജുലു ബൈതഹു, ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഫൽയഖുൽ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി, അല്ലാഹുവേ, ഏറ്റവും നല്ല പ്രവേശനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖൈറൽ മഖ്റജി, ഏറ്റവും നല്ല പുറത്തുപോക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, വലജിന, ഞാൻ പ്രവേശിച്ചു. വബിസ്മില്ലാഹി ഖറജ്ന, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തു കടക്കുന്നു. വഅലല്ലാഹി റബ്ബിനാ തവക്കൽന, അല്ലാഹുവിൽ ഞാൻ ഇതാ തവക്കലാക്കിയിരിക്കുന്നു. സുമ്മ, എന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ലയുസല്ലിമു അലാ അഹ്ലിഹി, അവന്റെ അഹ്ലിന് അവൻ സലാം പറയട്ടെ. സഹോദരന്മാരെ, അള്ളാഹു നൽകിയ വീട്, അതിനുള്ള ശുക്ർ, ആ ശുക്ർ നിമിത്തം അള്ളാഹുവിന്റെ നിഅമത്ത് ബർക്കത്തും നമ്മുടെ വീട്ടിൽ നിരന്തരമായി ഉണ്ടാകാനുള്ള പ്രോസസ്സാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞംഗീകരിച്ച് അതുപോലെ അനുവർത്തിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കേട്ടു മനസ്സിലാക്കിയും വായിച്ചു മനസ്സിലാക്കിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ റൂട്ടിൽ തന്റെ ജീവിതത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നിരന്തരം ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നെന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. വീടെന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ നിരന്തരം ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും നടക്കുക എന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജ്അലു ബുയൂതകും മകാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കരുത്, ശ്മശാന ഭൂമിയാക്കരുത്. മക്ബറകളിൽ ഖുർആൻ ഓതാൻ പാടില്ലാത്ത സ്ഥലം, ഖുർആൻ ഓതാനും നമസ്കരിക്കാനും നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് മക്ബറ, ഖബറുകളുള്ള സ്ഥലം. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും, നിങ്ങളെ വീട് നിങ്ങൾ ഖബറാക്കരുത്. എന്താ കാരണം? ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാചു ഓടിപ്പോകുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഖുർആൻ ഓതാത്ത വീട് ശ്മശാന തുല്യമാണ്. അവിടെ എപ്പോഴും ഒരു മൂകതയുണ്ടാകും. അവിടെ നിന്ന് പിശാചിന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഏറ്റവും സഹായിക്കുന്നത് ഖുർആൻ പാരായണം ആവശ്യമാണ്. അതിലേറ്റവും ഉത്തമ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യലാണ്. സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തെങ്കിലും ഓതാത്തൊരു ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബിഅൽഫി ആമിൻ അൻസല മിൻഹു ആയതൈനി ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ. സുബ്ഹാനല്ലാഹ്. ഭൂമി ഉണ്ടാകുന്നതിന്റെ മുമ്പ്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഒരു റെക്കോർഡ് എഴുതി വെച്ചു. അതെന്താണ്? ആ വചനങ്ങളിൽ നിന്ന്
ഏറ്റവും അത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ വചനമാക്കി എന്നാണ് പറയുന്നത്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന ആമന റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്, ഇതെങ്കിലും മിനിമം പാരായണം ചെയ്യുക എന്നതാണ്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ ഫർള് നമസ്കരിക്കാനാണ് മസ്ജിദ് ഉണ്ടാക്കിയത്. മസ്ജിദ് ഉണ്ടാക്കിയത് എന്തിനാ? ഫർള് നമസ്കരിക്കാനാണ്. ഹയ്യാൽ അസ്സലാ എന്ന് പറയുന്നത് എന്തിനാ? ഹയ്യാൽ അൽ ഫലാ എന്ന് പറയുന്നത് ഫർള് നമസ്കരിക്കാൻ ഇങ്ങോട്ട് വരാനാ. വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി മനുഷ്യരോടൊപ്പം മറ്റ് ജനങ്ങളോടൊപ്പം നിസ്കരിച്ചാൽ കിട്ടുക എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിന്റെ കഥ എന്താണെന്നറിയോ? അതിന്റെ നേരെ ഓപ്പോസിറ്റാ. സുബ്ഹാനല്ലാഹ്, നമ്മളിൽ എത്ര ആളുകൾ ഈ ഹദീസ് കേട്ടിട്ടുണ്ട്? എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഒരാളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുകയും അൽബാനി സഹീഹാക്കുകയും ചെയ്ത ഒരു വചനത്തിൽ കാണാം. അദ്ദേഹം പറയാണ്, ഖാല തതവ്വുഉർ റജുലു ഫീ ബൈതിഹി, പിന്നെ ഒരു ഇദാ ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖല അഹദുകുമുസ് സ്വലാത്ത ഫിൽ മസ്ജിദ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പള്ളിയിൽ വെച്ചുള്ള ഫർള് നമസ്കാരം നിർവഹിച്ചാൽ ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, ഒരു ഓഹരി അവന്റെ വീടിന് വേണ്ടി അവൻ കാത്തുവെക്കണം. എന്ന് പറഞ്ഞാൽ റവാത്തിബ് സുന്നത്തുകളൊക്കെ നിസ്കരിക്കാൻ വീട്ടിലേക്ക് പോകണം. ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറ, അവന്റെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരത്തിൽ നിന്ന് അള്ളാഹു അവന് ഒരുപാട് ഖൈറുണ്ടാക്കി കൊടുക്കും. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, വീട്ടിൽ വെച്ചുള്ള ഫർള് പിന്നെ സുന്നത്ത് നമസ്കാരം തതവ്വുഉർ റജുലി ഫീ ബൈതിഹി യസീദു അലാ തതവ്വുഇഹി ഇൻദന്നാസ്, ജനങ്ങളെ കൂടെ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളും വർധനവുള്ളതാണ്. കഫളി സ്വലാത്തി റജുലി ഫിൽ ജമാഅത്തി അലാ സ്വലാത്തിഹി വഹദഹു, ഒരു ഫർള് നമസ്കാരം വീട്ടിൽ വെച്ച് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണോ അവൻ പള്ളിയിൽ വെച്ച് ജനങ്ങളോടൊപ്പം നിസ്കരിക്കുന്നത്, ഇതുപോലെ തന്നെ ഇരട്ടി പ്രതിഫലമുള്ളതാണ് വീട്ടിൽ വെച്ചുള്ള സുന്നത്ത് നമസ്കാരം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടിന്റെ സുരക്ഷിതത്വത്തിനും ബർക്കത്തിനും അനിവാര്യമായതാണ്. വീടെന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യേണ്ട രൂപങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.